ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈ ചൂടുകാലത്തും നോമ്പിനും പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡ്രിങ്ക് നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇരട്ടിയായി കിട്ടുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. 4 കപ്പ് പാലുണ്ടാകും. ഇതിലേക്ക് 1/4 കപ്പ് സാബുനരി അല്ലെങ്കിൽ ചവ്വരി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ ടൈപ്പുള്ള സാബുനരിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ടൈപ്പാണ് കിട്ടുന്നതെങ്കിൽ അത് ആദ്യം വെള്ളത്തിൽ 1/4 മണിക്കൂർ കുതിർത്തിയ ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതിയിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നോർമൽ ടെമ്പറേച്ചറുള്ള പാലാണ് ഒഴിച്ചിരിക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബദാം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസോ അല്ലെങ്കിൽ ബദാം എസൻസോ അതിന് പകരം ചേർക്കാവുന്നതാണ്. ഇനി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ തീ വളരെ സ്ലോ ആക്കി വെക്കേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചവരിയും കസ്റ്റാർഡ് പൗഡറും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാകുന്നതാണ്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മെല്ലെ തിളപ്പിച്ചെടുക്കാൻ. ഒരു തിള വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള നന്നാറി സർബത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അനാറും 1 ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും ഡ്രൈ ഫ്രൂട്ട്സ് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടാണുള്ളത്. ഒന്ന് ലൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.